ഓം കാർപ്പണ്യദോഷോ ഭഗവത്സ്വഭാവകാമൃച്ചാമത്താം ധർമ്മസമൂഢചേതക യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹ്യന്മേ ശിഷ്യസ്യാം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഗീതയിലെ 14-ാം അധ്യായം ഗുണത്രയ ഭാഗയോഗമാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. 1-ാമത്തെ ശ്ലോകം തൊട്ട് ശ്രദ്ധിക്കുക. ഇത് ശ്രീ ഭഗവാൻ വാച ഭരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്ത മുനേ സർവേ പരാം സിദ്ധി മിതോഗതാഃ. ഏതൊന്നിനെ അറിഞ്ഞാൽ അറിഞ്ഞിട്ടാണ് മുനിമാരും ഋഷിമാരും ഇതിൽ നിന്നും, അഥവാ പ്രകൃതി ബന്ധത്തിൽ നിന്ന്, അത് ഈ സംസാര ബന്ധനത്തിൽ നിന്ന് മോക്ഷം നേടിയത്. അവർ മോക്ഷത്തെ പ്രാപിച്ചുവോ? ജ്ഞാനങ്ങളിൽ വെച്ച് ഉത്തമ ജ്ഞാനമാകുന്ന ഈ പരമാത്മ ജ്ഞാനത്തെ ഞാനിനി നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ. ഇതം ശരീരം കൗന്ദേയ എന്ന് ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. ശരീരമാണ് മാധ്യമം എന്ന് പറഞ്ഞു. ഈ ശരീരം കിട്ടിയത് പ്രകൃതിയിൽ നിന്നാണെങ്കിൽ ഈ പ്രകൃതിയിൽ നിന്നുള്ള ഗുണങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഗുണം ആകുന്ന മൂലപ്രകൃതിയാകുന്ന മായാസ്വരൂപത്തെ ജയിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ തന്നെയുള്ള ഈശ്വരനെ നമുക്ക് യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ് അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. അപ്പൊ ഈ മായയെ ജയിക്കാനുള്ളതാണ് നമ്മുടെ സ്വഭാവത്തിലുള്ളതായ സത്വരജ തമോ ഗുണങ്ങൾ. അതേപ്പറ്റിയുള്ള ജ്ഞാനമാണ് ഉത്തമമായ ജ്ഞാനം. കാരണം മായ എന്താണെന്ന് അറിഞ്ഞാലേ മായയെ ജയിക്കാൻ സാധിക്കും. മായയെ ജയിക്കാൻ പ്രയാസമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു. ഇതം ജ്ഞാനം ഉപാസത്യ മമ സ്വധർമ്മ്യമാകത സർഗേ അഭിനോപജായന്തേ പ്രളയേന വെദന്തിച്ച. ഈ ജ്ഞാനത്തെ ആശ്രയിച്ചിട്ട് എന്റെ സ്വരൂപത്തെ പ്രാപിച്ചവർ സൃഷ്ടി പുതിയതായി ആരംഭിക്കുമ്പോൾ പോലും ജനിക്കുന്നില്ല, പ്രളയകാലത്തിൽ ദുഃഖിക്കുന്നുമില്ല, നശിക്കുന്നുമില്ല എന്ന് സാരം. മമ സാധർമ്മ്യം എന്നതിന് എൻ്റെ സമാന ധർമ്മത്വം, അതായത് പരിപൂർണത എന്ന അർത്ഥം എടുക്കാറുണ്ട്. അതായത് ധർമ്മക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാന്റെ ധർമ്മത്തെ ധരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വന്നിരിക്കണേ. മമ സ്വാധർമ്മ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധർമ്മം നമ്മൾ ജനിച്ചപ്പോൾ തന്നെ മനുഷ്യജന്മത്തിൽ ഭഗവാന്റെ ശക്തികളൊക്കെ എന്തൊക്കെയാണോ അതൊക്കെ ധരിച്ചുകൊണ്ട് തന്നെ വന്നിരിക്കുന്നത്. അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ശരീരത്തിന് ധർമ്മക്ഷേത്രം എന്ന് പറയുന്നത്. ആ ധർമ്മത്തിന് ക്ഷതം വരാതിരിക്കണമെങ്കിൽ ഈ മായയെ ജയിക്കണം. അപ്പൊ മായയെ ജയിക്കാനുള്ള അറിവാണ് ഈ ഗുണത്രയ ഭാഗയോഗം. അപ്പൊ ഈ ജ്ഞാനത്തെ ആശ്രയിച്ച്, അതായത് ഈ ഗുണത്രയത്തെ ആശ്രയിച്ച് എന്റെ സ്വരൂപത്തെ പ്രാപിച്ചവർ പിന്നെ സൃഷ്ടി ആരംഭിക്കുമ്പോൾ ഒരിക്കലും തിരിച്ചു വരേണ്ടി വരും. ഈ അനേക ജന്മങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നത് ഈ മായയാണ്. ഈ മായയാണ് കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നത്. നമ്മൾ നല്ലതോ ചീത്തയായിട്ടുള്ള കർമ്മങ്ങളിലേക്ക് പ്രേരണ ഉണ്ടാക്കുന്നത്. അത് രാഗദ്വേഷങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ആ മായാശക്തി, അതിനെ ജയിക്കണമെങ്കിൽ മായ എന്താണെന്നറിയും. ആ അറിവാണ് ഭഗവാൻ ഇനി പറയുന്നത്. അത് ജയിച്ചു കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ ഭഗവാനിലേക്ക് തന്നെ എത്താനുള്ള വഴി അനായാസമായി തീരും. ആ ഭഗവാനെ പ്രാപിച്ചാലോ പിന്നെ ഒരിക്കലും പുതിയ സൃഷ്ടി ആരംഭിക്കുമ്പോൾ ഒരു കാരണവശാലും, ഇനി എത്ര കൽപ്പാന്തകാലം പുനഃസൃഷ്ടി നടന്നാലും, ഈ അനേക ചതുർയുഗങ്ങളിലായിക്കോട്ടെ മന്വന്തരങ്ങളായിക്കോട്ടെ, അതും കഴിഞ്ഞ് ഒരു കൽപ്പാന്തകാലം അവസാനിച്ച് വീണ്ടും കൽപ്പാന്തം തുടങ്ങുന്ന സമയത്തോ ഒരിക്കലും ആ ഒരു പ്രാപ്യസ്ഥാനത്തേക്ക് എത്തിയ ആള് തിരിച്ചു വരേണ്ടി വരില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. ഇത്രയും നല്ലൊരു ഗ്യാരണ്ടി നമുക്ക് വേണമെന്ന് ആരാ തരിക? അപ്പൊ നമ്മൾ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് നമ്മൾ പോലും അറിയാതെ നടക്കുന്നതാണെങ്കിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതൊരു പ്രോസസ്സാണ്, പ്രകൃതിയുടെ മായയുടെ ഒരു പ്രോസസ്സാണ്. ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ ജനിക്കും. അത് ഏത് ജീവികളാണെങ്കിലും വേണ്ടില്ല, ഈ ഒരു ജ്ഞാനത്തെ ആശ്രയിച്ച് മായയെ ജയിച്ച് ഭഗവാനെ സ്വയം പ്രാപിക്കാത്തിടത്തോളം കാലം എത്ര ഭക്തിയുള്ളവരായാലും വേണ്ടില്ല, സജ്ജനമായാലും വേണ്ടില്ല, വരെ എത്ര ജ്ഞാനി എന്ന് കൊട്ടിഘോഷിക്കുന്നവരായാലും വേണ്ടില്ല, ഈ മായയെ ജയിക്കാതെ ഒരിക്കലും ശ്രേഷ്ഠത കൈവരില്ല. അത് ഉറപ്പിച്ചുകൊള്ളും. അപ്പം നമ്മൾ ഭക്തിമാർഗത്തിൽ സഞ്ചരിച്ചാലും യോഗസാധനങ്ങൾ ചെയ്താലും ജ്ഞാനിയാണെന്ന് കൊട്ടിഘോഷിച്ചാലും വേണ്ടില്ല, വരെ ഭഗവത് പ്രാപ്തിയിലേക്ക് എത്തുന്നതായ ഈ ഗുണങ്ങളെ ജയിച്ചില്ലെങ്കിൽ, ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെ ജയിച്ചില്ലെങ്കിൽ, അതിനെ തന്നെ ആശ്രയിച്ച് ജീവിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും ആ സ്വരൂപത്തെ പ്രാപിക്കാൻ സാധ്യമല്ല. അതാണ് ഇതം ജ്ഞാനം ഉപാസത്യ.
ഈ പറയുന്ന ജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ട് മമ സ്വധർമ്മ്യമാകത, ഭഗവാന്റെ ആ ധർമ്മത്തെ, ഭഗവാന്റേതായ സ്വരൂപത്തെ പ്രാപിക്കാത്ത, ഭഗവാന്റെ സ്വരൂപത്തെ പ്രാപിക്കാന്ന് പറഞ്ഞാൽ ആ ധർമ്മത്തെ നമ്മൾ ക്ഷതം കൂടാതെ ഇരിക്കണമെങ്കിൽ ആ ക്ഷതം കൂടാത്ത അവസ്ഥയിലേക്ക് ഈ ശരീരം കൊണ്ട്, ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട്, അതിന് ശരീരത്തെ തന്നെ ആദ്യം ക്ഷതം കൂടാതെ കാത്ത് സംരക്ഷിക്കണം. കാരണം ശരീരമാണ് മാധ്യമം. അപ്പൊ ശരീരത്തെ ത്രാണനം ചെയ്ത് ശരീരത്തെ സംരക്ഷിക്കലാണ് ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. ക്ഷതം ത്രായതി ഇത് ക്ഷേത്രം. അഞ്ഞ് ആ ക്ഷേത്രത്തെ സംരക്ഷിക്കണമെങ്കിൽ തന്നെ മായ ജയിക്കാതിരുന്നാൽ ആ ശരീര സംരക്ഷണം പോലും യഥാർത്ഥത്തിൽ സാധ്യമല്ലാതെ വരുന്നത്. കാരണം ശരീരവും ഈശ്വരന്റെ അംശമാണ്. പക്ഷെ അതിൽ ഈശ്വരീയ ശക്തിയെ നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണം. അതാണ് ക്ഷതം കൂടാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മമ യോനിർ മഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. അർജുന, മഹത്തായ ബ്രഹ്മം എന്റെ ഗർഭ ആധാനം സ്ഥാനമാകുന്നു. അതിൽ ഞാൻ ഗർഭധാനം ചെയ്യുന്നു. അതിൽ നിന്നും സകല ചരാചരങ്ങളെയും ഉൽപ്പത്തി സംഭവിക്കുന്നു. അതായത് നമ്മളെല്ലാവരും ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടിയിലെ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഭഗവാനാകുന്ന ഹിരണ്യഗർഭത്തിൽ നിന്ന്, അതായത് ആ സ്വർണമയമായ ഭഗവാന്റെ ബ്രഹ്മസ്വരൂപമാകുന്ന ബ്രഹ്മഗർഭത്തിൽ തന്നെ ഭഗവാൻ ഗർഭം ധരിച്ച് അതിൽ നിന്ന് പുറത്തുവിട്ടവരാണ് നമ്മളെല്ലാവരും. ഈ പ്രപഞ്ചത്തിലുള്ള സകല സൃഷ്ടിയും ആ ബ്രഹ്മാണ്ടത്തിൽ നിന്ന് ഉണ്ടായതാണെന്നാണ്. ആ ബ്രഹ്മാണ്ടത്തെയാണ് ഇവിടെ മഹത്തായ ബ്രഹ്മം ഗർഭധാനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് ബ്രഹ്മാണ്ടം എന്ന് വിളിക്കുന്നത്. ഭഗവാൻ സ്വയം ഈ സൃഷ്ടിയുടെ എല്ലാ ഘടകങ്ങളെയും തൻ്റെ ഗർഭത്തിൽ സ്വീകരിച്ചിട്ട് അതിൽ നിന്ന് സകല ചരാചരങ്ങളെയും ഒന്നൊന്നായിട്ട് ഉൽപ്പത്തി സംഭവിക്കുന്നു. അതിനെയൊക്കെ ഭഗവാന്റെ ഗർഭത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് നമ്മളൊക്കെ എന്നർത്ഥം. മമ യോനി എന്ന് പറഞ്ഞാൽ പ്രകൃതി മൽ സ്വരൂപമായിട്ടും ത്രിഗുണാത്മകമായിരിക്കുന്ന ഈ എൻ്റെ മായ എന്ന് ശങ്കരാചാര്യൻ വിവരിക്കുന്നുണ്ട്. അതായത് മമ യോനി എന്ന് പറഞ്ഞാൽ ഭഗവാനാകുന്ന യോനി, പ്രകൃതിയുടെ തനി സ്വരൂപം, അതാണ് മത്സ്വരൂപം എന്ന് പറയുന്നത്. ത്രിഗുണാത്മകമായ സ്വരൂപമാണ്, അതാണ് ഭഗവാന്റെ മായ എന്ന് പറയുന്നത്. അതിനെയാണ് ശങ്കരാചാര്യർ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ യോനി എന്ന് പറയുന്നത് ഈ പ്രകൃതിയാണ്. ആകാശം എപ്രകാരം നിലനിൽക്കുന്ന, ആകാശമാകുന്ന ഗർഭത്തിൽ കവചം ചെയ്ത് നിൽക്കുന്ന നമ്മളെ ഈ പ്രപഞ്ച സൃഷ്ടിയിലുള്ളത് മുഴുവൻ ആകാശത്തിന്റെ പരിധിക്കുള്ളിലാണ് വരുന്നത്. എവിടെ പോയാലും, താഴെ പോയാലും, ഇടത്ത് വലത്തും ഒക്കെ പോയാലും, ഏത് ദിക്കിലേക്ക് പോയാലും ചെന്ന് അവസാനിക്കുന്ന അവസാനം ആകാശത്തിലായിരിക്കും. അപ്പൊ ആകാശമാകുന്ന ഗർഭപാത്രത്തിന്റെ ഉള്ളിലാണ് ഈ പ്രകൃതി തന്നെ നിലനിൽക്കുന്നത്. അതാണ് ഭഗവാന്റെ സ്വരൂപം, അതാണ് വിശ്വരൂപം എന്ന് പറയുന്നത്. അത് മായയാൽ കവചം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ത്രിഗുണാത്മകമായിരിക്കുന്ന ആ മായയിൽ ആണ് ഇത് കവചം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രകൃതി ത്രിഗുണങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഗുണത്രയത്രേ പ്രപഞ്ച കാരണമായ മായ എന്ന് പറയുന്നു. ഈ മായ ബാധിച്ചപ്പോഴാണ് പ്രപഞ്ചം, ബ്രഹ്മശക്തി തന്നെ ചലനാത്മകമാകുന്നതും അതിൽ നിന്ന് സൃഷ്ടി പ്രക്രിയ ആരംഭിക്കുന്നത്. കർമ്മം ആരംഭിക്കുന്നത് തന്നെ മായയിൽ നിന്നാണ്. ആത്മാ ഐക്യ ചൈതന്യ പ്രവേശത്താൽ ജഡവസ്തു ചലിക്കുന്നു എന്നർത്ഥം. ജഡപ്രകൃതി ആകുന്നതിനെയാണ് ഇവിടെ ഗർഭധാനമായിട്ട് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അതായത് അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ചലനാത്മകമാകുന്ന പ്രക്രിയ ആരംഭിക്കുന്നത് തന്നെ മായാസ്വരൂപത്തോടു കൂടി. മായയിലാണ് അത് ചലനാത്മകമാകുന്നത്. അതിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. സർവയോനേഷു കൗന്ദേയ മൂർധയ സംഭവന്തിയ താസാം ബ്രഹ്മ മഹത്യോനിയും അഹം ബീജപ്രദപിത. അല്ലയോ അർജുന, സകല യോനികളിലുമായിട്ട് എന്തെല്ലാം ശരീരങ്ങൾ ഉണ്ടാകുന്നുവോ അവയ്ക്കെല്ലാം മഹത്തായ മൂലപ്രകൃതി അഥവാ മായ യോനിയും ഞാൻ ബീജദാതാവായ പിതാവുമാകും. അപ്പൊ പ്രകൃതി എന്ന് പറയുന്നത് ആണ്, മൂലപ്രകൃതിയാണ് മായ. അതിനെയാണ് ഇവിടെ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ യോനി, പ്രകൃതിയെ സ്ത്രീയായിട്ട് സങ്കല്പിച്ചാൽ അതിനെ യോനിയായിട്ട് പറയുന്നത്. അതിലേക്ക് ബീജദാതാവായിട്ട് നിൽക്കുന്നതും ഭഗവാൻ തന്നെ. അപ്പം നമ്മുടെയൊക്കെ പിതൃസ്ഥാനത്ത് നിൽക്കുന്നത് ഭഗവാൻ തന്നെയാണെന്ന്. വിശ്വത്തിന്റെ ബീജം പരമാത്മാ ചൈതന്യമാണെന്ന്
സമസ്ത പ്രപഞ്ചവും പരമാത്മാവിന്റെ അഥവാ ഈശ്വരന്റെ ആവിഷ്കാരമാണെന്നും ഈ ശ്ലോകം എടുത്തു കാട്ടുന്നു. അപ്പൊ പരംപിതാവായിരിക്കുന്നതും പുരുഷ ബീജമായിട്ട് പ്രവർത്തിച്ച് പ്രകൃതിയാകുന്ന സ്ത്രീയില് ഗർഭധാനം ചെയ്ത് അതിൽ നിന്ന് ഉത്ഭവിച്ച ഈ സകല ചരാചരങ്ങളും ഭഗവാൻ ആകുന്ന ഒരേ ശക്തിയുടെ തന്നെ പ്രഭാവത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് എന്ന് ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി പറയുന്നത് ആ ഗുണത്രയത്തെ പറ്റിയാണ്. സത്വം രജസ്തമയിതി ഗുണ പ്രകൃതി സംഭവ നിബന്ധനന്തി മഹാവാക്കോ ദേഹീനമവ്യം. ഹേ മഹാബാഹുവായ അർജുന, സത്വം രജസ് തമസ് എന്നിങ്ങനെയുള്ള മൂലപ്രകൃതി നിന്നുണ്ടാകുന്ന ഗുണങ്ങൾ നാശരഹിതനായ ജീവാത്മാവിനെ ശരീരത്തിൽ ബന്ധിക്കുന്നു. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് സ്ത്രീ സങ്കല്പത്തിലാണ്. അതായത് പഞ്ചഭൂതാത്മകമായ പ്രത്യക്ഷ പ്രകൃതി, ആകാശം, അഗ്നി, വായു, ജലം, ഈ പ്രപഞ്ച സ്വരൂപത്തെ മുഴുവൻ തന്നെ സ്ത്രീ രൂപത്തിലാണ് കാണുന്നത്. ആത്മാവിനെ, പരമാത്മാവിനെയാണ് ഇവിടെ പുരുഷ സങ്കല്പത്തിൽ കാണുന്നത്. അപ്പം ആ പരമാത്മാവ് അചഞ്ചലമായിരിക്കുന്ന ശക്തിയാകുന്ന ബ്രഹ്മസ്വരൂപത്തിൽ നിന്ന് മായ ബാധിച്ച് മൂലപ്രകൃതിയായിട്ട് മാറി ആ മൂലപ്രകൃതി തന്നെയാണ് പ്രകൃതിയാകുന്ന സ്ത്രീയിൽ ഗർഭധാനം ചെയ്യുന്നത് പരമാത്മാവ് തന്നെ. അപ്പൊ അതിൽ നിന്ന് ഈ മൂലപ്രകൃതി എന്ന് പറയുന്നത് തന്നെ മായ. ഈ മായയുടെ പ്രത്യേകത എന്താ? അത് സത്വരജ തമോ ഗുണങ്ങളാൽ ബന്ധിക്കപ്പെട്ടു നിൽക്കുന്നു. അപ്പൊ പ്രകൃതി തന്നെ ഈ മായയോട് കൂടിയാണ് ഉൽപ്പത്തി. മൂലപ്രകൃതി എന്ന് പറയുന്നത് തന്നെ പ്രകൃതികൾ അതിൽ ഒരു ഘടകം മാത്രമാണ്. അതായത് 24 ഘടകങ്ങളിൽ ഒന്നാണ് മൂലപ്രകൃതി എന്ന് പറയുന്നത്, അഥവാ മായ. ഈ ഗുണങ്ങളുടെ സമ്മിശ്രം, അതായത് ഗുണത്രയം ത്തോടുകൂടി ആ പ്രകൃതി തന്നെ ഉൽപ്പത്തി. അപ്പൊ സ്ത്രീയുടെ ഉൽപ്പത്തി തന്നെ ത്രിഗുണാത്മകമാണെന്നർത്ഥം. അപ്പൊ അതിലേക്ക് പരമാത്മാവിന്റെ അംശമാകുന്ന ബീജാധാനം നടന്ന് ഗർഭധാനത്തിലേക്ക് എത്തിയാൽ പോലും അതിൽ നിന്നുണ്ടാകുന്ന സകലവിധ ചരങ്ങളും അചരങ്ങളും, പ്രത്യേകിച്ച് 84 ലക്ഷം തരം ജീവജാലങ്ങൾക്ക്, മനുഷ്യനടക്കമുള്ളവർക്ക് ഈ മായയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നാശരഹിതമായ ജീവാത്മാവിനെ ശരീരത്തിൽ കിട്ടുമ്പോൾ ഈ ശരീരം ബന്ധിക്കപ്പെട്ട് നിൽക്കുന്നത് ഈ സത്വരജ തമോ ഗുണങ്ങളാലാണ്. ഇതാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് അച്ഛന്റെ ശരീരത്തിൽ നിന്നുള്ള ബീജം അമ്മയിൽ സംഗമിച്ച് ഗർഭധാനം നടക്കുമ്പോൾ ശരീരപ്രാപ്തി അവിടെ നിന്ന് തുടങ്ങുന്നു. അണ്ടവും ബീജവും സംയോജിക്കുമ്പോൾ തന്നെ അവിടെ മൂലപ്രകൃതി ബന്ധം ഉണ്ടായിക്കഴിഞ്ഞു. ആ മൂലപ്രകൃതിയുടെ ബന്ധത്തിലാണ് അത് യോജിക്കുന്നതും അത് ഭ്രൂണമായിട്ട് മാറുന്നതും. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ജന്തു, ഏത് ജീവി ജനിക്കുന്നതും ആ ജീവിയുടെ ശരീരപ്രാപ്തിയോടുകൂടി, അതായത് ഭ്രൂണമായിട്ട് മാറുന്ന അവസ്ഥ തൊട്ട് മായയാൽ ബന്ധിക്കപ്പെടും. മായ എന്ന് പറയുന്നത് എന്താ? സത്വരജ തമോ ഗുണങ്ങൾ. ഇതാണ് മായ എന്ന് പറയുന്നത്. ഇതില്ലാത്തത് ഒരു ജീവജാലങ്ങളും ഇല്ല. അപ്പൊ നമ്മുടെ ശരീരത്തെയാണ് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ, അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രക്രിയയിലാണ് സകല ജീവജാലങ്ങളും ജനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാലും ആദ്യം നമ്മുടെ ശരീരം വെച്ചുകൊണ്ട് നമ്മൾ തന്നെ അതിൽ ഉൾക്കൊള്ളണം. അതായത് നമുക്ക് ശരീരം അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ശരീരം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായ ഭ്രൂണം തൊട്ട് നമ്മുടെ ശരീരത്തിൽ മായ ബന്ധിച്ചിരിക്കുന്നു എന്നർത്ഥം. സത്വരജ തമോ ഗുണങ്ങളോടെയാണ് ഒരു കുട്ടി ജനിക്കുന്നത് എന്ന് സാരം. ഇനി പുറത്തേക്ക് വരുമ്പോഴും, അകത്ത് ഗർഭപാത്രത്തിലുണ്ടെങ്കിൽ പുറത്തേക്ക് വരുമ്പോഴും ഈ ഗുണസമ്പന്നതയോടുകൂടി തന്നെയാണ് ജനിക്കുക. അപ്പൊ നമ്മളെ ജനിക്കുന്ന ആ ജന്മം കൊള്ളുമ്പോൾ തന്നെ നമുക്ക് ഈ പ്രകൃതിയുടെ മൂലപ്രകൃതിയാണ് നമ്മുടെ സ്വഭാവം. ശരീരത്തെ ഈ മായ ബന്ധമില്ലാതെ ഒരു ശരീരവും ഇല്ലാന്നർത്ഥം. അത് ബ്രാഹ്മണന്റെ ആയിക്കോട്ടെ, ക്ഷത്രിയന്റെ ആയിക്കോട്ടെ, വൈശ്യന്റെ ആയിക്കോട്ടെ, ശുദ്ധന്റെ ആയിക്കോട്ടെ, നമുക്ക് മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ടോ, സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, ഈ മായ ബന്ധിക്കപ്പെടാത്ത ഒരു ശരീരവും ഇല്ല എന്ന് ഉറപ്പിക്കണം. ആ മായ ആകുന്ന
ത്രിഗുണാത്മകമായ ഭാവത്തെയാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. അത് ജനിക്കുമ്പോൾ തന്നെ ഉള്ളത് കൊണ്ടാ സ്വയം സ്വഭാവം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സ്വന്തമായ ഭാവം. അപ്പൊ മനുഷ്യജന്മം കിട്ടുമ്പോൾ മാത്രമേ ഇതെന്തൊക്കെയാണെന്ന് പഠിക്കാനോ തിരിച്ചറിയാനോ ഉള്ള വിശേഷ ബുദ്ധിയുള്ളത് മനുഷ്യജന്മത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ജീവജാലങ്ങളൊക്കെ പ്രകൃതിയുടെ ഈ പറയുന്ന മായാബന്ധത്തിലാണെങ്കിൽ തന്നെ അത് അതിൽ തന്നെ ബന്ധിച്ചു നിൽക്കും. അതിനെ ഒരിക്കലും അതിനൊന്നും ജയിക്കാൻ സാധ്യമല്ല. അതെങ്ങനെയാണോ ഏതേത് ചരാചരങ്ങളായിക്കോട്ടെ, ഇപ്പം സ്വേദകങ്ങളെ വിയർപ്പിൽ നിന്നുണ്ടാകുന്ന പ്രാണികളായിക്കോട്ടെ, അതിനും ഈ പറയുന്ന മായാബന്ധത്തോടുകൂടിയാണ് ജനിക്കുന്നത്. സൂക്ഷ്മ ശരീരമാണെങ്കിൽ പോലും സ്ഥൂല ശരീരം കിട്ടിക്കഴിയുമ്പോൾ അതിനൊക്കെ ഈ മായാബന്ധം ഉണ്ടാവും. ഇനി മുട്ടയിൽ നിന്ന് വിരിയുന്ന ജീവികളായിക്കോട്ടെ അതിനും ഉണ്ടാവും ഈ പറയുന്ന. അപ്പം ഈ മനുഷ്യനൊഴിച്ച് മറ്റ് പക്ഷി മൃഗാദികളൊക്കെ അവർക്കൊക്കെ ആധിക്യം രജോ ഗുണവും തമോ ഗുണമായിരിക്കും. മനുഷ്യനും അതെ. പക്ഷെ സത്വഗുണത്തിന്റെ സകലം പ്രേരണയുള്ളത് സാത്വിക ഭക്ഷണം, സസ്യാഹാരം കഴിക്കുന്ന ജീവജാലങ്ങളോ മനുഷ്യനോ ആയിരിക്കും സത്വഗുണത്തിന്റെ പ്രഭാവം കുറച്ചെങ്കിലും കൂടുതലുള്ളത് എന്ന് ധരിക്കുക. പിന്നെയൊക്കെ നമ്മൾ സസ്യബുക്കാണോ മാംസബുക്കാണോ ആയിട്ടാണോ ഭക്ഷണത്തിലേക്ക് വരുമ്പം, ജനിച്ച ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കരയുന്നത് തന്നെ വിശന്നിട്ടാവും. ഒരു കുട്ടി കരച്ചിൽ തുടങ്ങുന്നത് തന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാവും, അല്ലെ പാലിന് വേണ്ടിയിട്ട് ആയിരിക്കും കരയുക. അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് പ്രായം മറ്റുള്ളതൊക്കെ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണല്ലോ മറ്റുള്ള വസ്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള കരച്ചിലുള്ളൂ. അത് അന്വേഷിക്കുന്നത് അതിന് ശേഷം. അപ്പൊ ആദ്യം വിശപ്പ് ആണ് പ്രേരണ. ചലനാത്മകം, ശരീരം ചലനാത്മകമാകുമ്പോൾ ദുഃഖത്തിൽ നിന്നാണ് തുടക്കം തന്നെ. അതായത് അവിദ്യാദി ദോഷങ്ങളെ കൊണ്ടാണ് സൃഷ്ടി ആദ്യം നടന്നതെന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് ഒരു കുട്ടി ജനിച്ചാൽ ആദ്യം കരച്ചിൽ തുടങ്ങും. ദുഃഖത്തിലാണ് ജനിക്കുന്നത്. അഥവാ കരഞ്ഞില്ലെങ്കിൽ തന്നെ നമ്മുടെ സ്വഭാവം കൊണ്ട് അതിനെ തലകീഴായിട്ട് പഠിച്ച് തലയ്ക്ക് കൊട്ടി കൊടുത്ത് കരഞ്ഞില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് കരയിപ്പിക്കും, അല്ലേ? അങ്ങനെ ഒരു സ്വഭാവം കൂടെ ഉണ്ട് നമുക്ക്. അപ്പൊ അവിദ്യാദി ദോഷങ്ങൾ ആദ്യം പ്രകടമാക്കുന്നു. ദുഃഖത്തോടുകൂടിയാണ് ജനിക്കുക എന്നർത്ഥം. അപ്പൊ ദുഃഖിക്കുന്നവരാണ് ഭഗവാന്റെ ആദ്യം ഭക്തരായിട്ട് മാറുന്നതും പറയാൻ കാരണം ഇതാ. കാരണം ചില ദോഷങ്ങളിൽ നിന്നാണ് ചില ഗുണങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ശരീരവുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ദോഷമാണ് ഈ മായ. അത് ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അത് വച്ചുകൊണ്ട് തന്നെ അതിനെ ജയിക്കാൻ ശ്രമിക്കണം. അതാണ് ശരീരത്തിന് ക്ഷതമില്ലാതെ ഇരിക്കണമെങ്കിൽ, യഥാർത്ഥ ധർമ്മക്ഷേത്രമാക്കി മാറ്റണമെങ്കിൽ ഈ മായയെ ജയിക്കണം. അതല്ലാതെ ഒരിക്കലും മായയെ ജയിക്കാൻ സാധ്യമല്ല. മായ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. സത്വരജ തമോ ഗുണങ്ങൾ നമ്മുടെ സ്വഭാവമായിട്ട് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ സ്വാധീനം, അതീവ സ്വാധീനമുള്ള ഒരു ശക്തിയാണ് ഈ മായ എന്ന് പറയുന്നത്. ഇതും ഈശ്വരനിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന്, നമ്മുടെ സ്വഭാവത്തിൽ എന്തൊക്കെയാണ് ഗുണവും ദോഷവുമായിട്ട് നിലനിൽക്കുന്നത് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മത്തെ അനുഷ്ഠിക്കുകയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കർമ്മയോഗം എന്താണെന്ന് ചോദിച്ചാൽ, കർമ്മം എന്താണെന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഈ മായയെ ജയിക്കാൻ വേണ്ടിയിട്ട്, അതായത് സത്വരജ തമോ ഗുണങ്ങളാണ് നമ്മുടെ സ്വഭാവമെങ്കിൽ, അതിൻ്റെ അടിസ്ഥാനമെങ്കിൽ, അതെങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നിത്യനൈമിത്യ കർമ്മത്തിലൂടെ, നിത്യനൈമിത്യ കർമ്മങ്ങളുടെ വിധി തന്നെ ഈ മായയെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അത് നിത്യമായിട്ടും നൈമിത്തികമായിട്ടും തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുക. ആ ചെയ്യലാണ് കർമ്മം എന്ന് പറയും. കാരണം നമ്മുടെ ശരീരവുമായിട്ട് ബന്ധിക്കപ്പെട്ടിട്ടുള്ള ഇതം ശരീരം കൗന്ദേയ എന്ന് ഭഗവാൻ പറഞ്ഞത് ഓർത്തിരിക്കുക. ഈ ശരീരം കിട്ടിയാൽ അതിൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഈശ്വര ശക്തിയാണ് മൂലപ്രകൃതി മായ. അത് അവിദ്യാദി ദോഷങ്ങളെ കൊണ്ട് ബലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ജനിക്കുമ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങാൻ കാരണം. പിന്നെ ജീവിതകാലം മുഴുവൻ ഒരു ചാൻ വയറിന് വേണ്ടിയിട്ട് കരയും. അവസാനവും പോകുന്ന സമയത്ത് ബാക്കിയുള്ളവരെ മുഴുവൻ കരയിച്ചിട്ട്, ലോകസേവാർത്ഥം ആരെയും കരയിപ്പിക്കാതെ ജീവിതം സമ്പന്നമാക്കണം എന്നാണ് മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശ ലക്ഷ്യമെങ്കിലും നമ്മൾ മരിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവരെ, കണ്ടു നിൽക്കുന്നവരെ, ഇല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളെ ഒക്കെ അത് ബന്ധനങ്ങളിൽ ഏർക്കപ്പെട്ടിട്ടുണ്ടോ
അതായത് ആത്മബന്ധം കൊണ്ടായിക്കോട്ടെ, നക്ഷത്രബന്ധം കൊണ്ടായിക്കോട്ടെ, രക്തബന്ധം കൊണ്ടായിക്കോട്ടെ, ശരീരവുമായിട്ട് പ്രത്യക്ഷ പരോക്ഷമായിട്ടുള്ള ബന്ധത്തിൽപ്പെട്ടവരൊക്കെ ദുഃഖിക്കാൻ ഇടവരും നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടാൽ. ഏത് കാലത്താണേലും വേണ്ടില്ല. അപ്പൊ ബാക്കിയുള്ളവരെ ദുഃഖിപ്പിച്ചിട്ട് പോവുക നമ്മൾ ചെയ്യാം. മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ശരീരം ത്യജിക്ക് പോകുമ്പോഴും ആരെയും ദുഃഖിക്കാൻ ഇടവരുത്താത്ത വിധത്തിൽ ജീവിതം സമ്പന്നമാക്കിയ ഒരു വ്യക്തിയെ ഓർത്തിട്ട് ആരും ദുഃഖിക്കില്ല. എല്ലാ കാലത്തും സ്മരിക്കുകയും ചെയ്യും. ആ വ്യക്തിയാണ് മഹാത്മാവായിട്ട് മാറുക. നമ്മൾ ശ്രദ്ധിക്കണം. ശ്രീരാമനെ ഓർക്കുമ്പോൾ രാവണനെ ഓർക്കും. ഏത് കഥയിലെടുത്തോളൂ, ഭഗവാന്റെ അവതാരങ്ങളോടൊപ്പം തന്നെ ആസുരി ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭഗവാനെ സ്മരിക്കുന്നൊപ്പം ഈ ആസുരി ജന്മങ്ങളെയും നമ്മൾ ഓർക്കാതിരിക്കില്ല, കഥാരൂപത്തിലായിക്കോട്ടെ. കാരണം എന്താ? ഭഗവാനിലേക്ക് എത്താൻ ഈ ആസുരി ജന്മങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. അവർക്ക് മായയെ അവസാന ഘട്ടത്തിൽ മരണസമയത്തെങ്കിലും ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർ ധർമ്മത്തിൽ തന്നെ അധർമ്മികളായിട്ട് ജീവിതം മുഴുവൻ കഴിച്ചു കൂട്ടിയെങ്കിലും സ്വപ്നത്തിൽ പോലും ഭഗവാനെ കണ്ട അവസ്ഥയുണ്ട്. ചിന്തയിലും വാക്കിലും ഒക്കെ ഭഗവാനെ സ്മരിക്കുന്നു. വൈരുദ്ധ്യാത്മിക ഭക്തി ആയിക്കോട്ടെ. അപ്പൊ വിരുദ്ധാത്മകമായ ഭക്തിയോടെയാണ് ആ അസുരന്മാർ പോലും ജീവിച്ചത്. എങ്കിൽ പോലും അവർക്ക് അവസാനം ഈ മായയെ ജയിച്ച് ഭഗവാനിലേക്ക് ചേരാൻ സാധിച്ചു. രാവണനൊക്കെ സ്വപ്നത്തിൽ പോലും രാമൻ വന്നിരിക്കുന്നത് എന്നെ വധിക്കാനാണെന്ന് നല്ല ബോധമുണ്ട്. അതിൽ നിന്ന് ജയിക്കാനും സാധ്യമല്ല എന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിദ്യാദി ദോഷങ്ങൾ ജന്മസിദ്ധമായിട്ട് ജന്മവാസന ആയിട്ടുണ്ടായിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ ഭഗവാനിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചു. അപ്പൊ മായയെ ജയിക്കുന്ന ഏത് ഘട്ടമുണ്ട്, എത്ര അസുര ജന്മമായിക്കോട്ടെ, ഏത് ഘട്ടത്തിലാണോ മായയെ ജയിക്കുന്നത് ആ നിമിഷം, ആ സെക്കൻഡിൽ ഭഗവാനിലേക്ക് ആ ജീവാത്മാവ് ലയിക്കും. അതാണ് പുനർജന്മം ഇല്ലാതെ വരിക എന്ന് പറയുന്നത്. അപ്പൊ അത് മഹത്വം എല്ലാ ആത്മാക്കൾക്കും ഉണ്ട്. ശരീരം കിട്ടിയിട്ടുള്ള എല്ലാ ആത്മാക്കൾക്കും ഈശ്വരന്റെ അംശമായതുകൊണ്ട് ഈ മഹത്വം, ഈ ഒരു പ്രോസസ് ആര് ശ്രമിച്ചാലും, അസുരി ജന്മമായിക്കോട്ടെ ഇല്ലെങ്കിൽ ആത്മീയ ജന്മം ഇല്ലെ സ്വാത്വിക ജന്മമായിക്കോട്ടെ, അവർക്ക് രണ്ടു പേർക്കും മാർഗം ഒന്ന് തന്നെയാണ്, മായ ജയിക്കുക എന്നുള്ളത്. അത് ഏത് തരത്തിലായാലും വേണ്ടില്ല, നമ്മൾ ഏത് മാർഗം, ഏത് ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ആയാലും വേണ്ടില്ല, ഏത് ഘട്ടത്തിലാണോ, ഏത് നിമിഷമാണോ, ഏത് ജന്മത്തിലാണോ നമുക്ക് മായയെ ജയിക്കാൻ സാധിക്കുന്നത്, ആ ശക്തി യാതൊരു സംശയവുമില്ല എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് പോയി ചെയ്യും. പിന്നെ ഒരിക്കലും ഈ എത്ര ജന്മം ഉണ്ടായാലും അവർക്കൊന്നും തിരിച്ചു വരേണ്ടി വരില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്നർത്ഥം. അപ്പൊ നമ്മുടെ സ്വഭാവത്തിൽ, പ്രത്യക്ഷത്തിൽ ഈ നിമിഷം മുതൽ ഇത് കേൾക്കുന്നവര് നമ്മുടെ ഇപ്പോഴത്തെ സ്വഭാവത്തിൽ സാത്വിക സ്വഭാവം, രാജസ സ്വഭാവം, താമസ സ്വഭാവം, ഇതിന്റെ മിശ്രിതമായിട്ടുള്ള ഭാവമാണ് നമ്മളിൽ സ്വഭാവമായിട്ട് പ്രകടമാക്കുക. ഈ സത്വഗുണത്തിന്റെ അളവ് ഏറ്റവും കുറവായിരിക്കും. രജോ ഗുണം തമോ ഗുണമായിരിക്കും നമ്മളെ നയിക്കുന്നത്. എന്ത് ചിന്തിക്കണമെങ്കിലും, ഏത് കർമ്മം, ക്രിയ എന്ന് പറയുന്ന ഭാവം നടക്കണമെങ്കിൽ രജോ ഗുണത്തിന്റെ പ്രഭാവം ഇല്ലാതെ നടക്കില്ല. അത് ചിന്തിക്കണമെങ്കിലും, സുഖദുഃഖങ്ങൾ അനുഭവിക്കണമെങ്കിലും, ഏത് കർമ്മങ്ങൾ ചെയ്യണമെങ്കിലും രജോ ഗുണം പ്രഭാവം വേണം. അതില്ലാതെ നടക്കില്ല. ഓരോ നിമിഷവും നമ്മളിൽ ഉണ്ടാകുന്ന ചിന്ത സത്വഗുണത്തിന്റെ പ്രഭാവം കൊണ്ട് ആ ചിന്ത സൃഷ്ടിക്കപ്പെടുന്നു. ചിന്ത നിലനിൽക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് രജോ ഗുണ പ്രഭാവം കൊണ്ടാണ്. ആ ചിന്ത ലയിച്ച് ഇല്ലാതെയാകുന്നത് തമോ ഗുണ പ്രഭാവം കൊണ്ടാണ്. ഒരു വാക്ക് ഉത്ഭവിക്കുന്നത് സത്വഗുണ പ്രഭാവം കൊണ്ടാണ്. അത് നിങ്ങളിലേക്ക് എത്തുന്നത് രജോ ഗുണ പ്രഭാവം കൊണ്ടാണ്. അത് ലയിച്ച് പ്രകൃതിയിലേക്ക് ഇല്ലാതെയാകുന്നത് തമോ ഗുണ പ്രഭാവം കൊണ്ടാണ്. അപ്പൊ ഒരു നിമിഷത്തിനെ അവസ്ഥാത്രയം പോലും സംഭവിക്കുന്നത് ഈ മായ ആകുന്ന മൂലപ്രകൃതിയുടെ പ്രഭാവം കൊണ്ടാണ്. അപ്പൊ നമ്മൾ ജനിക്കുന്നത് സത്വഗുണം കൊണ്ട്, വളർന്ന് വലുതാകുന്നത്, ശരീരത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ രജോ ഗുണപ്രഭാവം കൊണ്ട്, ആ ശരീരം ഇല്ലാതെയാകുന്നത് തമോ ഗുണപ്രഭാവം കൊണ്ട്, അഥവാ മരിക്കുന്നത്.
ഇതിങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും യാതൊരു മാറ്റവും ഇല്ലാതെ നാശരഹിതമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ജീവാത്മാവ് തന്നെയാണ് എന്ന സത്യത്തെയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ആ അചഞ്ചലമായിരിക്കുന്ന ഇല്ലെങ്കിൽ നാശമില്ലാത്തതായ ആത്മാശക്തിയുടെ പ്രഭാവത്തിലാണ് ഈ പ്രക്രിയ അവസ്ഥാത്രയം അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മുടെ സ്വഭാവത്തിൽ തമസിനെ ജയിക്കണം. അജ്ഞതയും അലസതയുമാണ് തമോ ഗുണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഫലം. നമ്മൾ എത്ര പണിയെടുത്താലും ശരീരത്തെ കുറച്ച് നേരം വിശ്രമിക്കണമെങ്കിൽ തമോ ഗുണത്തെ ഉപയോഗിക്കാതെ പറ്റില്ല. അപ്പൊ വിശ്രമിക്കാൻ സമയം തന്നിട്ടുണ്ട്, ആ സമയം മാത്രം വിശ്രമിക്കുക. ഇല്ലെങ്കിൽ കുറച്ചു നേരം പണിയെടുത്ത് മടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചു നേരം വിശ്രമിക്കുക. അപ്പോഴൊക്കെ തമസാണ് ഉപയോഗിക്കുക എന്നർത്ഥം. അതായത് ഈ ഗുണങ്ങളെ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ പഠിക്കണം. പ്രകൃതിയിൽ നിൽക്കുന്നത് ഇതിന്റെ ക്വാണ്ടിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഞാൻ പറഞ്ഞു, അത് സ്ഥിരനിഷ്ഠമാണ്. സത്വഗുണമുള്ള സമയം, രജോ ഗുണമുള്ള സമയം, തമോ ഗുണമുള്ള സമയമൊക്കെ പറഞ്ഞു. അപ്പം ആ സമയത്തിന്റെ ക്രമം അനുസരിച്ചുകൊണ്ട് കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി ഒക്കെ വെച്ചുകൊണ്ട് പ്രകൃതിയുടെ ഗുണങ്ങളെ ആദ്യം എപ്പോഴെപ്പോൾ പ്രകടമാകുന്നോ അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഉപയോഗിക്കാൻ പഠിക്കണം. ആദ്യം ചെയ്യേണ്ടത് അതാണ്. ആദ്യം എപ്പോഴൊക്കെ ഏതൊക്കെ ഗുണങ്ങൾ പ്രഭാവം കൂടി നിൽക്കുന്നു, നമ്മളിൽ എപ്രകാരം അതൊക്കെ സ്വാധീനം ചെലുത്തുന്നു, ഇത് രണ്ടും തിരിച്ചറിഞ്ഞിട്ട് അതിനെ നമ്മുടെ ശരീരം കൊണ്ട് തന്നെ എപ്പോഴാണോ പ്രകൃതിയുടെ സ്വഭാവം യഥാർത്ഥത്തിൽ പ്രഭാവം കൂടി നിൽക്കുന്നത് അതനുസരിച്ച് കൊണ്ട് നമ്മുടെ ശരീരത്തെ കൊണ്ട് നമ്മൾ ഉപയോഗിക്കണം എന്നാണ്. അതായത് സത്വഗുണമുള്ള സമയത്ത് സത്വഗുണം തന്നെ ഉപയോഗിക്കണം. രജോ ഗുണപ്രഭാവം കൂടെയുള്ള സമയത്ത് രജോ ഗുണപ്രഭാവം ഉപയോഗിക്കണം. തമോ ഗുണപ്രഭാവമുള്ള സമയം തമോ ഗുണത്തെ ഉപയോഗിക്കണം. അങ്ങനെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ ഈ മൂന്ന് ഗുണങ്ങളും ബന്ധിച്ച് നിൽക്കുക. അപ്പം ഏത് സമയത്ത് നമ്മൾ ഏത് ഗുണമാണോ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നത് അതനുസരിച്ച് കൊണ്ട് നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് വിരുദ്ധമായ ഗുണമായിരിക്കും നമ്മളിലുള്ളത് ഉണ്ടാവുക. ഇപ്പൊ രാവിലെ ഞാൻ പറഞ്ഞു, സൂര്യോദയത്തിന് മുമ്പ് 3 മണിക്കൂറാണ് ബ്രഹ്മമുഹൂർത്തം, സത്വഗുണ പ്രഭാവം ഏറ്റവും കൂടുതലുള്ളത്. സൂര്യോദയത്തിന് മുമ്പ് ജസ്റ്റ് മുമ്പ് 3 മണിക്കൂർ സമയം, അതായത് വെളുപ്പിന് 3 മണി തൊട്ട് 6 മണി വരെയുള്ള സമയമാണ് സത്വഗുണത്തിന്റെ പ്രഭാവം കൂടുതലുള്ളത്, പ്രകൃതിക്കുള്ളത്. നമ്മൾ അത് ആർജിക്കാൻ ശ്രമിക്കണം എന്നുണ്ടെങ്കിൽ, അത് സ്വീകരിക്കണമെങ്കിൽ, അത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആ സമയത്ത് എഴുന്നേൽക്കണമല്ലോ, ഉണർന്ന് പ്രവർത്തിക്കണം, ശരീരശുദ്ധി വരുത്തുക, ആ സമയത്ത് ഈശ്വര കാര്യങ്ങൾ ചെയ്യുക, സാത്വിക കർമ്മത്തിൽ ഏർപ്പെടുക. അപ്പൊ ആ സമയത്ത് അത് അത്തരത്തിലുള്ള സാത്വികമായിട്ടുള്ള കർമ്മങ്ങളും സാത്വികമായിട്ടുള്ള ചിന്തയും സാത്വികമായിട്ടുള്ള സ്വഭാവവും പ്രകടമാക്കണമെങ്കിൽ ആ സമയത്ത് എഴുന്നേൽക്കണം, അതിനെ യൂട്ടിലൈസ് ചെയ്യണം. പക്ഷേ അതിന് വിരുദ്ധമായിട്ടായിരിക്കും നമ്മളിൽ ഏറ്റവും കൂടുതൽ പ്രഭാവം ചെയ്യുന്നത്, നമ്മൾ സ്വഭാവത്തിൽ തമോ ഗുണമായിരിക്കും. അതുകൊണ്ടാണ് രാവിലത്തെ സമയമാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇന്നും എന്നും നമുക്ക് തമോ ഗുണം. രാവിലത്തെ സമയമായിരിക്കും കിടന്നുറങ്ങാൻ സുഖം. ഇപ്പൊ രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്നാലും വെളുപ്പംകാലത്തായിരിക്കും കിടന്നുറങ്ങുക. സ്വപ്നമൊക്കെ കണ്ടാലും ചിലപ്പം വെളുപ്പംകാലത്തായിരിക്കും സുഖമായിട്ട് കിടന്നുറങ്ങുക എന്ന് പറയും. കാരണം എന്താ? നേരെ വിരുദ്ധം. പ്രകൃതിയുടെ സ്വഭാവം എന്താണോ അതിനെ വിരുദ്ധമായിരിക്കും നമ്മളിലുള്ള സ്വഭാവം. അപ്പൊ നമ്മളിൽ തമസ് ആധിക്യം കൂടി നിൽക്കുന്ന സമയം രാവിലത്തെ സമയമായിരിക്കും. രാത്രികാലത്താണ് അതിൽ ഏറ്റവും കൂടി നിൽക്കുന്നത് വെളുപ്പംകാലത്ത്. അപ്പൊ അതിനെ ജയിക്കണം, അവിടം തൊട്ട് തുടങ്ങണം. പിന്നെ രജോ ഗുണം ഏറ്റവും കൂടുതലുള്ള സമയം ഏതാ? അത് സൂര്യോദയം തൊട്ട് 12 മണി വരെയുള്ള സമയമാണ്. ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ, ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആ സമയത്ത് ചെയ്യണം. അത് കഴിഞ്ഞാൽ പ്രകൃതി നേരെ വിരുദ്ധമാവും. അപ്പൊ രജോ ഗുണം കൂടുതൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിനെ, രജോ ഗുണം തമോ ഗുണമാണ് നമ്മളെ ആധിക്യം കൂടുതലുള്ളത്. തമസ് രാവിലെ ആക്രമിക്കും, ആ ആക്രമണം തടയണം, സത്വഗുണ പ്രഭാവം ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ തമോ ഗുണത്തിന്റെ പ്രഭാവം ആധിക്യം കൂടുക 12 മണിക്ക് ശേഷമുള്ളൂ. തമോ ഗുണം ഉണ്ടെങ്കിൽ തന്നെ, എന്നാൽ തന്നെ നമ്മൾ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടിരുന്നാൽ വെറുതെ ഇരിക്കുകയോ ടി വി കാണുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ തമസ് ആക്രമിക്കും, നമുക്ക് ഉറക്കം വരും, ഒരു മയക്കം വരും. ചായ കുടിച്ചാലും മതി, എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥം കഴിച്ചാൽ അതും ഒരു ലഹരിയാണ്. അപ്പൊ അതിൽ നിന്നൊരു മയക്കമൊക്കെ ഉണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പം അതിനെ ജയിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണ്ടും? എല്ലാവരും ജോലിക്ക് പോകുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ ഈ 12 മണിക്കകം ചെയ്യാൻ പറ്റുന്ന അത്രയും ജോലി 12 മണി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അത് വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യാം.
നിത്യനൈമിത്യ കർമ്മങ്ങളോ ഇല്ലെ ശരീരത്തിന്റെ ശ്രേഷ്ഠത നിലനിർത്താനോ നമുക്ക് ആവശ്യമുള്ള അടുക്കളയിൽ പോയി പണിയെടുക്കുന്ന തൊട്ട് കൃഷി സ്ഥലത്തോ ഇല്ലേ എവിടെ പണിയെടുക്കുന്നോ അവിടെയൊക്കെ വേണ്ട വിധത്തിൽ ആ കർമ്മങ്ങൾ ശ്രേഷ്ഠമാക്കാൻ ആ സമയത്താണ് പ്രകൃതിക്ക് രജോഗുണ പ്രഭാവം ഏറ്റവും കൂടുതലുള്ളത്. അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അത്ര നമ്മൾ ചെയ്യേണ്ടതായ കർത്തവ്യ കർമ്മങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ള നല്ല സമയം സൂര്യോദയം തൊട്ട് 12 മണി വരെയുള്ള സമയം. അത് യൂട്ടിലൈസ് ചെയ്യുക. ആദ്യം അതാത് സമയത്ത് ഏത് പ്രകൃതിയുടെ സ്വഭാവമാണോ പ്രഭാവം കൂടി നിൽക്കുന്നത് അതെന്താ എപ്പോഴൊക്കെയാണെന്ന് കണ്ടെത്തി അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങണം. എന്നിട്ടല്ലേ ജയിക്കാൻ പറ്റൂ. അപ്പൊ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പോകുന്നോ അതിനെ തടസ്സമുണ്ടാക്കുന്ന നമ്മുടെ സ്വഭാവം എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതിനെയൊക്കെ ജയിക്കണം. അപ്പൊ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ അലസതയും ഇല്ലെങ്കിൽ ഉറക്കമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് തമസിന്റെ ആധിക്യാണെന്ന് മനസ്സിലാക്കണം. നമുക്ക് മടി തോന്നുക, അപ്പൊ ജപിക്കണം, സഹസ്രനാമം ജപിക്കണം തോന്നുക രാവിലെ കുളിച്ചു കഴിഞ്ഞ് എണീക്കുമ്പോ. അപ്പൊ ചിലർ പറയും സഹസ്രനാമം ജപിക്കുമ്പോ തന്നെ ഉറക്കം വരിക തിരുവേനി. അപ്പൊ തമസാ പ്രശ്നം. ഒന്നുകിൽ രാത്രി ശരിക്കും കിടന്ന് ഉറങ്ങിയിട്ടില്ല, ഇല്ലെങ്കിൽ ഈ കുളിയൊക്കെ കഴിയുമ്പോൾ കുട്ടികളാണെങ്കിൽ നമുക്ക് ചെറിയ കുട്ടികൾ വരെ ശ്രദ്ധിച്ചാൽ അറിയാം, അതിന് കുളിപ്പിക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പെട്ടെന്ന് ഉറക്കം വരുന്നത്. ഭക്ഷണം കൂടെ കൊടുത്താൽ വേഗം ഉറങ്ങിക്കോളും. പാല് കൊടുത്താൽ മതി, അപ്പോൾ വേഗം ഉറങ്ങും. ചെറിയ 6 മാസത്തിൽ താഴെയുള്ള കുട്ടികളൊക്കെ കുളിപ്പിക്കൽ കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രസ്സ് ഇടിക്കലോ അല്ലെങ്കിൽ ഒരുക്കലോ ഒക്കെ കഴിയുമ്പോഴത്തേനും തന്നെ ചിലപ്പോൾ കുട്ടി ഉറങ്ങിപ്പോകും. കാരണം തമസ് പെട്ടെന്ന് ആക്രമിക്കും. അപ്പൊ രജോ ഗുണത്താൽ സമ്പന്നമായിരിക്കുന്ന സമയത്ത് തമോ ഗുണത്തിന്റെ ആധിക്യം ഉണ്ടായാൽ അതിനെ ജയിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിത്യനൈമിത്യ കർമ്മങ്ങൾക്ക് ഒരിക്കലും വീഴ്ച വരുത്താതെ കൃത്യമായിട്ട്, അതായത് പ്രകൃതിയിൽ ഒരു 24 മണിക്കൂർ പ്രകടമാകുന്ന പ്രകൃതിയുടെ സ്വഭാവത്തെ ആദ്യം അതാത് സമയത്ത് കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, അതുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കുക. തമസിനെ ഒരു കാരണവശാലും പകൽ സമയത്ത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് വിശ്രമിക്കാൻ സമയം തന്നിട്ടുള്ള രാത്രി കാലത്ത് ആ സമയത്ത് മാത്രമേ നിവൃത്തിയുള്ളിടത്തോളം കിടന്നുറങ്ങാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തമസാണ് ഏറ്റവും കൂടുതൽ പ്രകൃതിയുടെ സ്വഭാവത്തിൽ ഒരു ദിവസത്തിൽ തന്നെ കൂടുതലുള്ളത്. നമ്മളിലും ഏറ്റവും കൂടുതൽ നമ്മളെ സ്വഭാവത്തിൽ ആക്രമിക്കുന്നതും ഈ തമസായിരിക്കും. അതിൽ നിന്ന് അജ്ഞതയും അലസതയും നിദ്രയുമാണ് അതിന്റെ ബന്ധനം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് കിടന്നുറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നതാണ് രജോ ഗുണത്തെ യൂട്ടിലൈസ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ കർമ്മകുശലതയോടുകൂടി അതിനെ ഉപയോഗിക്കാൻ പഠിക്കുക. തമസ്സിനെ ഒരു കാരണവശാലും സ്വഭാവത്തിൽ കൂട്ടാൻ ശ്രമിക്കരുത്. അതാണ് ഏറ്റവും വലിയ മായയുടെ കവചം എന്ന് പറഞ്ഞത്. അപ്പൊ തമോ ഗുണത്തെ ഒരു കാരണവശാലും കൂട്ടില്ല. നിലവിലുള്ളത് തന്നെ ഉപയോഗിക്കുന്നത് വിശ്രമിക്കാൻ വേണ്ടി മാത്രം എന്ന് നിശ്ചയിക്കണം. അതിനെ ഒരു കാരണവശാലും പ്രത്യേകിച്ചും ജാഗ്രത അവസ്ഥയിൽ ഉപയോഗിക്കില്ല എന്ന് നിശ്ചയിക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ മായയെ ജയിക്കാനുള്ളത്. നമ്മുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുക. അതിൽ സത്വഗുണം രജോ ഗുണത്തിന്റെ പ്രഭാവം എപ്പോഴെപ്പോ നമുക്ക് കൂടി നിൽക്കും കുറഞ്ഞു നിൽക്കും ഇതൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് പ്രകൃതിയുടെ സ്വഭാവത്തിനോട് നമ്മുടെ സ്വഭാവത്തിൽ ആദ്യം യോജിപ്പിക്കുക. അതായത് പ്രകൃതിയുടെ സ്വഭാവം ഏതേത് സമയത്ത് പ്രകടമാകുന്നോ, കൂടുതലായിട്ട് അതിന്റെ ആധിക്യം പ്രഭാവം കൂടി നിൽക്കുന്നോ, ആ സമയത്ത് നമ്മുടെ സ്വഭാവത്തിന് അനുസരിച്ചു കൊണ്ട് തന്നെ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കണം. പ്രകൃതിയുടെ സ്വഭാവത്തിലേക്ക് നമ്മുടെ സ്വഭാവത്തെ ചേർക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് താതാത്മ്യം പ്രകൃതിയുമായിട്ട് മൂലപ്രകൃതിയുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടാവും. എന്നിട്ട് കുറേശ്ശെ വേണം തമസിനെ ജയിക്കണം, രജസിനെ ജയിക്കണം. സത്വഗുണത്തെ അങ്ങോട്ട് ജയിക്കുമ്പോഴേ ബ്രഹ്മ അവബോധം, ഗുണാതീതനായിരിക്കുന്ന ഈശ്വരനെ ശരിക്കും മനസ്സിലാവൂ എന്നർത്ഥം. അത് ശരീരം കൊണ്ട് ശരീരത്തെ പോലും ക്ഷതം കൂടാതെ യഥാവിധി സംരക്ഷിക്കണമെങ്കിൽ പ്രകൃതിക്ക് അനുസരണമായിക്കൊണ്ട് നമ്മൾ ജീവിതത്തെ നയിക്കണം. അങ്ങനെ ജീവിച്ചാൽ ഒരു കാരണവശാലും ഒരു തരത്തിലും ശരീരം കൊണ്ട് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അതാണ് ഭഗവാൻ പറഞ്ഞത് നാ ശോചിത് മർക്കസ്. യഥാർത്ഥത്തിൽ മനുഷ്യന് ദുഃഖിക്കാൻ അവകാശമില്ല എന്ന് ഭഗവാൻ എടുത്തു പറഞ്ഞതിന് കാരണം ഈ മൂലപ്രകൃതിയായിട്ടുള്ള ലിമിറ്റ് കൂടുതലുള്ള ബന്ധനമാണ് നമ്മളെ ഈ താപത്രയങ്ങളിലും ബന്ധനത്രയങ്ങളിലേക്കും എത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മൂലപ്രകൃതിയുടെ മായയാണെങ്കിൽ തന്നെ
അതിനെ ഏതൊക്കെ സമയത്താണ് നമ്മളെ മായയുടെ ആധിക്യം ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ മായ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. അത് ഒരു ദിവസത്തിൽ തന്നെ പ്രകൃതിയിൽ എങ്ങനെയാണ് പ്രകടമാകുന്നത്, ഒരു ദിവസത്തിൽ തന്നെ ഏതൊക്കെ സമയത്ത് പ്രകടമാകുന്നു എന്ന് തിരിച്ചറിയുക. എന്നിട്ട് അതിന് തൻ്റെ സ്വഭാവത്തോട് യോജിച്ച് പ്രവർത്തിക്കുക, അതനുസരിച്ച് കൊണ്ട് ജീവിതം നയിക്കുക. ഇങ്ങനെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം വിടാതെ അത് ബന്ധനമാകാതെ സൂക്ഷിക്കലാണ് മായയെ ജയിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ ഈ ഗുണത്രയങ്ങളെ ജയിക്കണം. വളരെ ഗഹനമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് തന്നെ മായയെ ജയിക്കാൻ അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ തന്നെയുള്ള സത്വരജ തമോ ഗുണങ്ങളുടെ പ്രഭാവം എപ്പോഴും ഏതൊക്കെ തരത്തിൽ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ എത്രയൊക്കെ ഉണ്ടെന്ന് നമ്മുടെ സ്വഭാവത്തിൽ ഉള്ളത് തിരിച്ചറിയുക. പ്രകൃതിയിലുള്ള സ്ഥിരനിഷ്ഠമാണ് ഈ 3 മണിക്കൂർ രജവും സത്വഗുണവും, 6 മണിക്കൂർ രജഗുണവും, 15 മണിക്കൂർ തമോ ഗുണവും. അപ്പൊ 15ഉം 6ഉം 24 അല്ല 15ഉം 6ഉം 21, 3, 24 മണിക്കൂർ സ്ഥിരനിഷ്ഠ. ഇതൊരു ടെക്നോളജി കൊണ്ടും ഒരു കാലത്തിനും ഒരു അവസ്ഥയിലും ഇതിനെ മാറ്റാൻ സാധ്യമല്ല. ഇത് കൽപ്പാന്തകാലം മുഴുവൻ നിലനിൽക്കുന്നു. വീണ്ടും കൽപ്പാന്തകാലം ആരംഭിക്കുമ്പോഴും ഇതേ പ്രഭാവം നിലനിൽക്കും. ഇതാണ് മൂലപ്രകൃതി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ മാറ്റാൻ നമ്മൾ വിചാരിച്ച സാധ്യമല്ല. അതിൻ്റെ മൂലപ്രകൃതിയുടെ സ്വഭാവത്തോട് നമ്മുടെ സ്വഭാവത്തെ യോജിപ്പിക്കുക, അതാണ് യോഗം. അപ്പൊ അത് സാധിക്കട്ടെ. അതിന് ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ ഭഗവാന്റെ പാദങ്ങളെ സമർപ്പിക്കാം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാകോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.